40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അഹങ്കാരം കാണിക്കേണ്ട വർഷങ്ങൾക്ക് മുമ്പ് ആരും ബൈബിള് ശരിക്കും വായിച്ചിട്ടില്ല. ഇന്ന് എല്ലാവരുടെയും ഭവനത്തിന് ബൈബിളുണ്ട്, കുറെയൊക്കെ വായന ഉണ്ട്. പക്ഷേ അന്ന് ബൈബിൾ ആരും തൊട്ടിട്ടില്ല. കുറച്ചുപേരെ തൊട്ടിട്ടുള്ളൂ. അതിന്റെ ഒക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇത്രയും ശക്തമായ വചനം പഴയ നിയമത്തിൽ ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം വിട്ടുകൊടുത്തിട്ടില്ല. അതിന്റെ ആത്മാവിനെ തട്ടി ഉണർത്തുകയാണ് യേശു പുതിയ നിയമത്തില്. ഇതൊക്കെ നമുക്ക് മറന്നു പോകാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. അങ്ങനെ യേശുവിനെ മനസ്സിലാക്കി അറിഞ്ഞ് മക്കൾക്ക് കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോ ആ യേശുവിനെ നിറവോട് അനുഭവിക്കുമ്പോ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു ചടങ്ങിന് വേണ്ടി ഞാൻ കൊന്ത ചൊല്ലിയില്ലെങ്കിൽ പിള്ളേരെന്ത് ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിള്ളേരെന്ത് ചിന്തിക്കും, അതൊക്കെ ഓക്കെ. പക്ഷെ അവിടെ മാത്രം നിൽക്കരുത്. വെറും കടപ്പാടിന് വേണ്ടിയും കടമയ്ക്ക് വേണ്ടിയല്ല, യേശുവിനെ പങ്കിടാൻ വേണ്ടി നിങ്ങൾ ഭക്തരായി മാറുവേൻ. എങ്കിൽ നിങ്ങളുടെ മക്കൾ സുന്ദരന്മാരും സുന്ദരികളുമാകും. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇത്രയും സാവൂളെന്ന് പറയുന്ന പൗലോസ് അവസാനം യേശുവിനെ കണ്ടെത്തിയപ്പോഴ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, സാധിച്ചില്ല. അതാണ് എന്റെ അർത്ഥം. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ ആരാധന. എന്താ? എന്റെ ദൈവത്തെ കണ്ടതിന് ശേഷം വായിക്കുക. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി മാത്രമല്ല, അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കുപ്പയായി കരുതുകയും ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം അവൻ ഉണ്ടെങ്കിൽ എന്റെ കുടുംബം ശുഭം. അവൻ ഉണ്ടെങ്കിൽ അവനെ ഞാൻ സ്വന്തമാക്കിയാൽ എന്റെ കുടുംബവും പാരമ്പര്യവും നന്നായിരിക്കും. ഇന്നലെ വരെ അതറിഞ്ഞിട്ടില്ല, ഇന്നറിയാൻ തുടങ്ങുന്നു. ഇന്നലെ വരെ അറിഞ്ഞിട്ടില്ല. പ്രബലമായത് ബൈബിൾ വളരെയേറെ പ്രബലമായത് കുറഞ്ഞത് ഒരു 20 വർഷമായിരിക്കും. 20 വർഷം. 40 വർഷത്തിന് മുമ്പ് ഒന്നും പ്രബലമായില്ല, തൊടാൻ പേടിയാണ്. അതുപോലെ തന്നെ അതിനെ ഉപയോഗിക്കുന്ന അപ്പനോ അമ്മയോ വല്ലവർക്ക് ഒരു 100 വീട്ടിലോ 200 വീട്ടിലോ കാണും. അവരുപയോഗിക്കുന്നതോ അതവര് എൻ്റെ മക്കള് പൈസ ബാഗിൽ വെച്ചാൽ അവരെടുക്കും, ബീറോയിൽ വെച്ചാൽ അവരെടുക്കും. ഏതെങ്കിലും ബൈബിൾ തുറന്നു നോക്കൂല. അതുകൊണ്ട് ഈ രൂപയൊക്കെ ബൈബിളിനകത്ത് വെച്ചിട്ട് പോയാൽ ബൈബിൾ ഏതായാലും തുറന്നു നോക്കൂല. അവർക്ക് പേടിയാണോന്നറിയില്ല, വായിക്കാൻ താല്പര്യമില്ലെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അന്നത്തെ അവസ്ഥ അതായിരുന്നു. ഇന്ന് എല്ലാവരും ബൈബിൾ സ്വന്തമാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തലമുറയ്ക്ക് ദൈവത്തെ കൊടുക്കാൻ വരും തലമുറയ്ക്ക് സാധിക്കും. നിങ്ങൾക്ക് വരും തലമുറയ്ക്ക് ദൈവത്തെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരും തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന വലിയ കാര്യമാണ്. ഈ പഴയ നിയമത്തില് 2-ാം സാമുവേലിന്റെ പുസ്തകത്തില് 21-ാം അധ്യായം മുഴുവനും ഈ ഗദയോൻകാര് സാവൂൾ കൊന്നൊടുക്കി. സാവൂൾ കൊന്നപ്പോഴ് അതിന്റെ ശിക്ഷ കിട്ടിയത് ആർക്കാണ്? അതിന്റെ ശിക്ഷ തുടരെ കിട്ടിയത് ആർക്കാണ്? അതിന്റെ ശിക്ഷ കിട്ടിയത് ദാവീദിന്റെ കാലഘട്ടത്തില് 3 വർഷം ദാരിദ്ര്യം കൊടുത്തു കർത്താവ്. അത്രയ്ക്കും ആ രക്തം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഗിലെയാദിന്റെ അവരുടെ രക്തം ദൈവം സഹിച്ചില്ല എന്നാണ് എൻ്റെ അർത്ഥം. അവസാനം ദാവീദ് ഇവരുമായിട്ട് രമ്യത്തിന് പോയ സമയത്തും
അവരാവശ്യപ്പെട്ട എങ്കിൽ 7 പേരെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തരണം, എങ്കിൽ ആ രക്തം തീരും. അങ്ങനെ ഒരു തരത്തില് ആ രക്തം കൊണ്ട് തന്നെയാണ് തീർക്കപ്പെടേണ്ട ഗതികേട് വന്നത് ദാവീദിന്റെ കാലത്ത്. നോക്കണേ ദൈവം എന്തുമാത്രം കരുതലോടുകൂടി ഓരോ കുടുംബത്തെയും കണ്ണുവയ്ക്കുന്നു നോക്ക്. നിന്റെ പാപം നിന്നെ ചുറ്റിപ്പറ്റുമ്പോ നീ അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. നീ പശ്ചാത്തപിച്ച നന്മയുള്ളവനായി മാറി ആ പാപങ്ങളെല്ലാം എടുത്തു മാറ്റ്. ഞാനൊരു കാര്യം കണ്ടതാണ്, നമ്മൾ പശ്ചാത്തപിക്കുമ്പോ പശ്ചാത്താപത്തിനോ അഗ്നി ഇളകുകയാണ് നിന്റെ പാപങ്ങളെല്ലാം എടുത്ത് വെണ്ണീറാക്കാൻ. ആ പശ്ചാത്താപത്തിന്റെ അഗ്നി, പശ്ചാത്താപത്തിന്റെ സ്നാനം. കർത്താവ് പറയും, എനിക്കൊരു സ്നാനം മുങ്ങാനുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. എനിക്കൊരു സ്നാനം മുങ്ങാനുണ്ട്. വേദനയുടെ അഗ്നി, വേദന തിരസ്കരണത്തിന്റെ അഗ്നി, ഈ കുരിശുമരണത്തിലൂടെ എനിക്കൊരു സ്നാനം മുങ്ങാനുണ്ട്. അതുവരെ ഞാൻ അസ്വസ്ഥനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന സ്നാനവും അതിന്റെ ആരംഭമാകും എന്നാണ് എൻ്റെ അർത്ഥം. എനിക്കൊരു സ്നാനം മുങ്ങാനുണ്ട്. ദൈവത്തെ അറിയുന്നവര് എന്തു ത്യാഗം സഹിച്ചും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും. ആ നന്മ കുരിശിലൂടെ മഹത്വം പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന അടയാളമാണ് യേശുവിന്റെ പീഡാസകരം. ഈസി കസേരയിൽ കിടന്നാൽ ആർക്കും രക്ഷപ്പെടാതെ സുഖമായ ജീവിതം, സുഖലോലുപത. വളരെ വ്യക്തമായിട്ട് ലുക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശാസിച്ചാണ്, സൂക്ഷിച്ചുകൊള്ളുക. സുഖലോലുപതയിൽ ജീവിക്കുകയും സുഖത്തെ ആശ്രയിച്ച് ജീവിക്കുകയും സുഖം മാത്രം മതി എന്ന് കരുതി ജീവിക്കുകയും ചെയ്യുന്നവരെ നിങ്ങളുടെ ചുറ്റും അനേകം രോഗങ്ങൾ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആരെടുക്കൽ പോകും? അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുക. കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ പൂർവികർ സുഖലോലുപരന്മാരായിരുന്നു. അതുപോലെ ഈ സാവൂൾ ഗിലെയാദുകാരെ കൊന്നൊടുക്കി സുഖത്തിലോട്ട് കടന്നു. അവൻ വലിയവനായിട്ട് കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ ദൈവം അതിന് ശിക്ഷ കൊടുത്തത് ദാവീദിന്റെ കാലഘട്ടത്തിലാണ്. യേശുവേ സ്തുതി, ദൈവമേ സ്തുതി, യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധനെ ആരാധന, എന്റെ കർത്താവേ ആരാധന, എന്റെ യേശുവേ ആരാധന, എന്റെ ദൈവമേ ആരാധന, എന്റെ ദൈവമേ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അഹങ്കരിച്ചാൽ, ഞാൻ അക്ഷന്തവ്യം എന്ന് പറയുന്ന ചില തെറ്റുകൾ ചെയ്താൽ അതില് എന്റെ പിള്ളേർക്ക് അതിൻ്റെ ഒരു പങ്ക് വരാതിരിക്കാൻ ഇപ്പോഴേ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, ഇപ്പോഴേ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുവിൻ. ഇനി ഞാൻ ഒരിക്കലും പറയാത്ത ഒരു സംഭവം ഞാൻ പറയാൻ പോവുകയാണ്. 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നെ ഘടാതെ ആകർഷിച്ച ഒരു സംഭവം തന്നെ. പ്രിയപ്പെട്ടവരെ, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഒരു ഓഫീസറാണ്. വലിയ ഇടവകയിൽ ഒരു വലിയ സ്ഥാനത്ത് ഇരിക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ പിതാവ്, എൻ്റെ അപ്പൂപ്പൻ. നിശ്ചയമായും വികാരിയച്ഛനെ കാണുന്നതിന് മുമ്പ് ആളുകൾ, ഇവരെപ്പോലുള്ള ആളുകളെ കണ്ടിട്ടാണ് വികാരിയച്ഛനെ കാണുന്നത്. ഇപ്പം ഇവരെ വികാരിയച്ഛൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്താൽ വികാരിയച്ഛൻ കണ്ണു മൂടി ഒപ്പിട്ട് കൊടുക്കുക എല്ലാ കാര്യങ്ങളും. അങ്ങനെ അന്യായമായ ഒരു കാര്യത്തിന് അപ്പൂപ്പൻ സഹകരിക്കാത്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ ഞങ്ങളുടെ വീട് കയറി ചീത്ത വിളിച്ചു. അപ്പോൾ എൻ്റെ പിതാവ് വീട്ടിലില്ലായിരുന്നു, അദ്ദേഹം ഓഫീസിലായിരുന്നു. ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആരോ പറഞ്ഞു കൊടുത്ത് വരുന്ന വഴിക്ക്, ഇങ്ങനെ ഒരു മനുഷ്യൻ നിന്റെ വീട് കയറി നിന്റെ അപ്പന് ഇങ്ങനെയൊക്കെ തെറി വിളിച്ചു എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. വീട്ടിൽ വന്ന് ഫയലൊക്കെ എടുത്ത് വെച്ചു. അമ്മയെടുത്ത് പറഞ്ഞു, ഞാനിപ്പം വന്നേക്കാം, നിങ്ങളിപ്പം ഇത്രയും ക്ഷീണിച്ചു വന്നതല്ലേ, നിങ്ങൾ ഇപ്പം എവിടെ പോകുന്നു? ഇല്ല, നീ ചോദിക്കരുത്, ഞാനിപ്പം വന്നേക്കാം, എനിക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്, ഇപ്പം വന്നേക്കാം എന്ന് പറഞ്ഞു. പോയി നേരെ ആ മനുഷ്യന്റെ വീട്ടിൽ പോയി. ആ മനുഷ്യൻ പാവപ്പെട്ടവനായിരുന്നു. ആ മനുഷ്യന്റെ വീട്ടിൽ പോയി. നമ്മളെ പണ്ടത്തെ ചെരുപ്പുകൾ ഇപ്പോഴത്തെ സോഫ്റ്റ് ചെരുപ്പുകളൊന്നല്ല, നല്ല ലാടം വെച്ച ചെരുപ്പുകളാണ്. ഇദ്ദേഹം ചെരുപ്പെടുത്ത് അദ്ദേഹത്തിന്റെ ചവിട്ടത്തിന് 2 അടി കൊടുത്തു. അടി കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ അവനക്ക് ചെയ്യേണ്ടത് ചെയ്തു. എന്ത് നിങ്ങൾ ചെയ്തു? ഈ ചെരുപ്പിട്ട് 2 എണ്ണം കൊടുത്തു, മതിയായി.
അന്ന് മുതൽ ഇടിത്തി പോലെ എൻ്റെ അമ്മയ്ക്ക് ആ സംഭവം കയറി. ആ സംഭവം കയറിയിട്ട് അമ്മ ഞാൻ കൊച്ചായിരിക്കുമ്പോ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എൻ്റെ പൊന്നുമോനെ, എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ പൊന്നുമോനെ, നിന്റെ അപ്പനൊരു അപരാധം ചെയ്തു, ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ, അതെന്റെ പൊന്നുമോനെ നിനക്ക് സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ചുറ്റി 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 നീ വളർന്നാൽ ആരെങ്കിലും നിന്റെ ചെവിട്ടത്ത് ചെരുപ്പിട്ട് അടിച്ചു പോകും, അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലത് ഭയങ്കരമായി വർഷങ്ങളോളം നിന്നു. ഞാൻ അച്ഛനാകാൻ ഡീക്കനായപ്പോ ഇതെന്റെ മനസ്സിൽ ശക്തമായിട്ട് ഓർമ്മ വന്നു. ഞാൻ എന്റെ മുറിക്കകത്ത് കയറി ശരിക്കും വലിയ ചെരുപ്പെടുത്ത് 10-15 പ്രാവശ്യം എന്റെ മുഖത്ത് ആഞ്ഞടിച്ച് എന്റെ അപ്പൻ ചെയ്ത തെറ്റുകള് എന്റെ കർത്താവേ നീ പൊറുക്കണമേ. അങ്ങനെ ഞാൻ ഒരു കോസ്റ്റൽ ഇടവകയിൽ വികാരിച്ചനായിരിക്കുകയാണ്. ആ ഇടവകയിൽ 2 ഗോഷ്ഠികളായി വന്ന് ഭയങ്കരമായ യുദ്ധം നടന്ന്, ഭയങ്കരമായ അടിബഹളം നടന്ന്, ആരും പിന്നെ പള്ളിയിൽ മീറ്റിങ്ങിന് വരില്ല, കമ്മിറ്റി മീറ്റിങ്ങിന് വരില്ല. കമ്മിറ്റി മീറ്റിംഗ് ആണെന്ന് 2 ഭാഗത്തുനിന്നും കമ്മിറ്റിക്കാരുണ്ട്, അവരാരും വരികയില്ല. അപ്പൊ തേങ്ങ പഴുത്ത് കിടപ്പുണ്ട്, തേങ്ങ വെട്ടണം. അപ്പൊ ഞാൻ പള്ളിയിൽ വിളിച്ച്, കമ്മിറ്റിക്കാരെ നിങ്ങൾ വരുവിൻ, തേങ്ങ വെട്ടണം, നിങ്ങളാണല്ലോ തേങ്ങ വെട്ടുന്നത്, നിങ്ങൾ ഇതാ തേങ്ങ വെട്ടുക, അല്ലെങ്കിൽ എല്ലാം തൊഴിഞ്ഞ് 10,000-കണക്കിന് തേങ്ങ ഇതാ നഷ്ടപ്പെടും, ആളുകൾക്ക് എടുത്തോണ്ട് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പൊ അവസാനം അവർ ഓരോരുത്തരും പ്രൈവറ്റായിട്ട് എന്നെ കാണാൻ തുടങ്ങി. എൻ്റെ പൊന്നച്ച, ഒരു 2-3 മാസത്തേക്ക് ഞങ്ങളുടെ ഈ ടെൻഷൻ മാറിയിട്ടില്ല, അതുകൊണ്ട് അച്ഛൻ കണക്കപ്പിള്ളയെ വിളിച്ചിട്ട് തേങ്ങ വെട്ടി കണക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്ത് ചെയ്ത്, കണക്കപ്പിള്ളയെ വിളിച്ച് തേങ്ങ വെട്ടാൻ പോയി. അപ്പൊ അത് കുറച്ച് കമ്മിറ്റിക്കാരാണ് പറഞ്ഞത്, അച്ഛൻ കണക്കപ്പിള്ളയുമായിട്ട് പോയി തേങ്ങ വെട്ടി കണക്ക് നോക്കിക്കോന്നു. അങ്ങനെ ഞാൻ തേങ്ങ വെട്ടിക്കൊണ്ട് വരിക്കുമ്പോൾ വേറൊരു കക്ഷിയിൽ നിന്ന് ഒരു പയ്യൻ, കറുത്ത പയ്യൻ, തടിയനായൊരു പയ്യൻ എൻ്റെ അടുത്ത് ഓടി വരികയാണ്. ജസ്റ്റിൻ, ആരടാ നിന്നെ തേങ്ങ വെട്ടാൻ പറഞ്ഞു? അച്ഛനാണെന്നാൽ അവര് അത് ഒരു ബഹുമാനമില്ലാതെ വന്ന് പറഞ്ഞു, ആരാണ് നിന്നെ തേങ്ങ വെട്ടാൻ പറഞ്ഞത് എന്ന് പറയണം. അതിന്റെ പിന്നിൽ ഡാഷ് അതിന്റെ പിന്നിൽ അവർക്ക് എന്തുമാത്രം ഇത് കിട്ടുമെന്നറിയില്ല. പക്ഷേ അവൻ ആ പയ്യൻ എന്നിട്ട് ഒരു 10 അടി അടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ ചെരുപ്പെടുക്കുകയാണ് എന്നെ അടിക്കാൻ. ചെരുപ്പെടുത്തവൻ കൈ പൊങ്ങണില്ല. അപ്പൊ ചെരുപ്പെടുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, എന്റെ പൊന്നു കർത്താവേ, എന്റെ അപ്പന്റെ പാപം നീ ക്ഷമിച്ചിട്ടില്ല എങ്കിൽ അവൻ എന്നെ അടിക്കട്ടെ. എവിടെ കൂടി വളഞ്ഞു വരുന്നു പ്രിയപ്പെട്ടവരെ, എവിടെ കൂടി വളഞ്ഞു വരുന്നു? എന്റെ അപ്പന്റെ പാപം ക്ഷമിച്ചിട്ടില്ല എങ്കിൽ അവൻ എന്നെ ചെരുപ്പെടുത്ത് അടിക്കാൻ നീ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ചെരുപ്പെടുത്തതല്ലാതെ അവന്റെ കൈ പൊങ്ങണില്ല. അവസാനം ഒരാഴ്ചക്കകത്ത് അവന്റെ കാലില് അപ്പുറത്ത് ഇപ്പുറത്ത് പോലെ വിരല് പോലെ ക്യാൻസർ 6 ഇങ്ങനെ വളരുന്ന പോലെ അപ്പുറത്ത് അവന് ചെരുപ്പിടാൻ വയ്യ. അവൻ അന്ന് മുതൽ ഞാൻ പോകുന്ന അന്ന് വരെ അവൻ ചെരുപ്പിട്ടിട്ടില്ല. ഇത് ഞാൻ ഈ അൾത്താരയുടെ നിന്ന് പറയുകയാണെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പൂർവികർ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇന്ന് തന്നെ പ്രാർത്ഥിക്കുക. ഈ യേശുവിന്റെ മുന്നിൽ കരങ്ങൾ വിരിച്ചു വെച്ചുകൊണ്ട്, യേശുവേ, അതിന്റെ പാപത്തിന്റെ ഭാരം ഞങ്ങൾക്ക് വിട്ടുതരരുതേ, അവരോട് നീ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പൊറുക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്ന സ്നേഹമാണ് ഈ കുരിശോളം ക്ഷമിച്ചവന്റെ കഥ. ഇത്രയും സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ കഠിനമായ ഒരു തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ചുറ്റി തീർക്കാതിരിക്കരുത്. അത് ചുറ്റി നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത് നിശ്ചയം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, അനുഭവസ്ഥനാണ് ഞാനും. അത് മനസ്സിലാക്കുക, അനുഭവസ്ഥനാണ് ഞാനും. പറയുന്നു, ഇത് നിങ്ങളുടെ പൂർവികരുടെ പാപം എവിടെയെങ്കിലും തീർക്കണം പ്രിയപ്പെട്ടവരെ, തീർക്കണം. അത് കല്ലുപോലെ നിങ്ങൾ വേട്ടയാടരുത്. ശരിക്കും പശ്ചാത്തപിച്ച മാപ്പിരക്ക് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കർത്താവ് രക്ഷിക്കും. പശ്ചാത്തപിക്കാൻ തന്നെയാണ് ദൈവം. ആഴമയെ അനുദപിച്ചുകൊണ്ട് ദാനധർമ്മങ്ങളും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം വളരെ വലുതാണ്. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു ആരാധന, ദൈവമേ ആരാധന.
സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുദപിക്കാൻ ഒരുങ്ങിടുവിൻ. ആത്മാവിനാ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു.